ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ ഇൻഡ്യൂസ് ഓൺ. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയട്ടെ, ഇതൊരു പെർമനന്റ് പോസ്റ്റ് അല്ല, ടെമ്പററി പോസ്റ്റ് ആണ്. ഓക്കെ, ടെമ്പററി പോസ്റ്റ്. നിങ്ങൾക്ക് അതിന്റെ ഇന്നത്തെ കാലത്ത് ഒരു ജോലി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ നിങ്ങൾക്ക് എന്താ ടെമ്പററി ആയിട്ട് നോക്കിയിട്ട് അതിന്റെ കൂടെ തന്നെ പാരലായിട്ട് ഒരു പെർമനന്റ് ജോബിലേക്ക് പോവാം. അതല്ല, പെർമനന്റ് ജോബ് മാത്രം തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഫോക്കസ് ചെയ്യാം. പക്ഷെ നമ്മളുടെ ചാനലിലെ രണ്ട് രീതിയിലും ഉള്ള ആൾക്കാരുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിലിപ്പം പറയുകയാണെങ്കിൽ ട്രെയിനി എഞ്ചിനീയർ രണ്ട് സെന്റേഴ്സിലേക്കായിട്ടാണ് വിളിച്ചേക്കുന്നത്. ഒന്ന് ബാംഗ്ലൂരു സെന്റേഴ്സിലേക്കും പിന്നെ ബാക്കിയുള്ളത് അക്രോസ് ഓൾ ഇന്ത്യ സെന്റർ എന്ന രീതിയിലാണ്. അവിടെ വന്നിട്ടുള്ള വേക്കൻസി പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് 258, മെക്കാനിക്കൽ 131, കമ്പ്യൂട്ടർ സയൻസ് 44, ഇലക്ട്രിക്കൽ 55. ആ ഒരു രീതിയിലാണ് ഞാൻ വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഓൾ ഇന്ത്യ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറവാണ്. ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ബാംഗ്ലൂരു സോണിലാണ്. ഇലക്ട്രോണിക്സ് 43, മെക്കാനിക്കൽ 55, ഇലക്ട്രിക്കൽ 24. ടോട്ടൽ അവിടെ 122 പോസ്റ്റിലേക്കാണ് വന്നിട്ടുള്ളത്. കറസ്പോണ്ടിങ് അവിടെ കാറ്റഗറി വൈസ് ഡിസ്ട്രിബ്യൂഷൻ അവിടെ സൈഡിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ അപ്പർ ഏജ് ലിമിറ്റ് പറഞ്ഞാൽ 28 വയസ്സാണ് കേട്ടോ. 28 വയസ്സാണ് അവിടെ അപ്പർ ഏജ് ലിമിറ്റ് പറഞ്ഞത്. ജനറലും EWSും അതേപോലെ കറസ്പോണ്ടിങ് OBC, SC ST, PWD കാൻഡിഡേറ്റ്സിന് 3 മന്ത് 10 വർഷം വരെ ഇന്ത്യ അവിടെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതേപോലെ നിങ്ങൾ അവിടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇനിയിപ്പോ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ BSc, BTech, BE എന്തായിരിക്കണം, 4 ഇയർ കോഴ്സ് ആയിരിക്കണം. പാസ് ക്ലാസ് മതി. അല്ലാതെ 50% അല്ല, അല്ലാതെ 65 അല്ലെങ്കിൽ 78 അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് പാസ് ക്ലാസ് ഉണ്ട്. നിങ്ങൾ ഒരു BTech ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇലക്ട്രോണിക്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ട്രീം മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ ആർക്ക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ നിങ്ങൾ എന്താ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായാലും അത് AICTE അല്ലെങ്കിൽ UGC റെക്കഗ്നൈസ്ഡ് അപ്രൂവ്ഡ് കോളേജ് ആയിരിക്കണം നിങ്ങൾ ക്വാളിഫൈ ആയിട്ടുണ്ടാവുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് എന്താ പ്രൊഫഷണൽ ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്താ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അറ്റാച്ച് ചെയ്യണം. ഓക്കെ, പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങളുടെ പാക്കേജ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 2 വർഷമാണ് നമ്മൾ ഇനീഷ്യൽ ആയിട്ട് നമ്മൾ നിങ്ങളെ സെലക്ട് ചെയ്യുന്നുണ്ടാവാം. പിന്നെ എന്താ, ഒരു വർഷം കൂടി വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. മാക്സിമം 3 വർഷം എന്നുള്ള രീതിയിലാണ്. ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് 30,000 ആയിരിക്കും പെർ മന്ത് കിട്ടുന്നുണ്ടാവുക. സെക്കൻഡ് ഇയർ 35,000 ആയിട്ടുണ്ടാവും. പിന്നെ തേർഡ് ഇയർ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം കൂടി കൂടുതൽ എക്സ്റ്റൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 40,000 ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. 30, 35, 40 എന്നുള്ള രീതിയിലാണ് അവരവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ അത് കൂടാണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു കൺസോൾട്ടേറ്റ് എമൗണ്ട് എന്ന രീതിയിൽ 12,000 പെർ ഇയർ നിങ്ങൾക്ക് എന്താ കൊടുക്കുന്നത്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം, അതല്ലാതെ അലവൻസ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ചാർജ്, ഫുഡ് വെയർ അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ തന്നെ അവിടെ 12,000 നിങ്ങൾക്ക് അവിടെ സെറ്റ് ആക്കുന്നുണ്ടാവും. ഇനി നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താ ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ റിട്ടേൺ ടെസ്റ്റിന്റെ സിലബസ് കാര്യങ്ങളൊക്കെ പറയാം. അതുകൂടാണ്ട് എക്സാം ഡേറ്റ് അവിടെ വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഒക്ടോബർ 25, മെക്കാനിക്കൽ 25, കമ്പ്യൂട്ടർ സയൻസ് 26, ഇലക്ട്രിക്കൽ 26. ബാംഗ്ലൂർ വെച്ചിട്ടാണ് നിങ്ങളുടെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവുക. അപ്പൊ അതിന് 90 മിനിറ്റ്സിന്റെ ഡ്യൂറേഷൻ ആയിരിക്കും ഉണ്ടാവുക. 85 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/4 നിങ്ങൾക്ക് അവിടെ നെഗറ്റീവ് മാർക്കിംഗ് അവരോട് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ PWD കാൻഡിഡേറ്റ്സ് അവിടെ കോമ്പറ്റൻസ് ആയിട്ട് 20 മിനിറ്റ്സ് ഉണ്ട്. റിട്ടേൺ ടെസ്റ്റ് വിൽ ബി അറ്റ് ബാംഗ്ലൂർ ഓൺലി എന്നാണ് പറയുന്നത്. അതേപോലെ അപ്ലിക്കേഷൻ ഫീ വന്നിട്ടുള്ളത് 177 ആണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നുള്ളത്. അതായത് 150 രൂപയും പിന്നെ 18% GST എന്നുള്ള രീതിയിൽ. ഓക്കെ, SC ST PWD കാൻഡിഡേറ്റ്സ് എന്താ ഫീ പേയ്മെന്റ് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഫീ വൺസ് പെയ്ഡ് വിൽ നോട്ട് ബി റീഫണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോ ഇതിപ്പോ കഴിഞ്ഞ ദിവസം വന്നൊരു നോട്ടിഫിക്കേഷൻ ആണ്. പിന്നെ റിട്ടേൺ ടെസ്റ്റിൽ മിനിമം ക്വാളിഫൈ മാർക്ക് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും മതിയാവില്ല. കാരണം വെച്ചാൽ അവിടെ കോമ്പറ്റീഷൻ എത്ര പേര് അറ്റൻഡ് ചെയ്യുന്നില്ല അറിയില്ല. അപ്പോ പിന്നെ ആ ഒരു സമയത്ത് പറഞ്ഞിട്ട് സെലക്ടഡ് കാൻഡിഡേറ്റ്സ് ആർ റിക്വയർഡ് ടു കവേർഡ് അണ്ടർ മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം ഫോർ എ സം ഓഫ് 2 lakhs per annum ഫോർ മെഡിക്കൽ കവർ ആൻഡ് 5 lakhs per annum ലൈഫ് കവർ ഫോർ സബ്മിറ്റ് ദ സെയിം ടൈം ഓഫ് ജോയിനിങ്. ഓക്കെ, ആ ഒരു കവർ ഇൻഷുറൻസ് കവറേജ് ഉണ്ടെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 7-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.